അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരുടെ കൂടെയുള്ള ഒരു മനുഷ്യൻ ഒരു ദിവസം അള്ളാഹുവിനോട് ഇങ്ങനെ ദ്വാരക്കുകയാണ്. അതൊക്കെ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ കൂടെയുള്ളവരാൾ അയാളത് എന്തോ ഒരു കാര്യം ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. പക്ഷെ അത് കുറേ സമയമായി, കുറേ ദിവസങ്ങളായി, എന്നിട്ടും അദ്ദേഹം ആ ദുആയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് മനസ്സിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദുആക്ക് ഉത്തരം നൽകിയിട്ടില്ല. കാരണം അത് നൽകിയിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം ചോദിക്കൂലല്ലോ. അപ്പം മൂസ നബി അലൈഹി സ്വലാം എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. പാവം ഇദ്ദേഹം ഇത്രമാത്രം റബ്ബിനോട് ചോദിച്ചിട്ട്, ഇത്രമാത്രം റബ്ബിനോട് ദുആ ചെയ്തിട്ട് റബ്ബെന്തേ അദ്ദേഹത്തിനേക്ക് ആ ദുആക്ക് ഉത്തരം നൽകില്ല, റബ്ബെന്തേ അത് നൽകാത്തത് എന്ന് റബ്ബിനോട് തന്നെ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു. അല്ല റബ്ബെ, പാവം അദ്ദേഹം കുറേ സമയമായല്ലോ റബ്ബെ നിന്നോട് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചതിനേക്ക് നീ മറുപടി നൽകാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. എന്താണ് റബ്ബെ, അതെന്തേ അദ്ദേഹത്തിനേക്ക് നീ നൽകാത്തത്? അപ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഓ മൂസ നബിയെ, അദ്ദേഹത്തിൻ്റെ കൽബ് നിങ്ങൾ അറിയുന്നില്ലല്ലോ, അത് ഞാനാണല്ലേ അറിയുന്നത്. നിങ്ങൾ അദ്ദേഹം ദ്വാരക്കുന്നത് കാണുന്നുണ്ട്, കണ്ണീരൊലിപ്പിച്ച് ഇങ്ങനെ ദ്വാരക്ക ഉണ്ടാകും. പക്ഷേ അദ്ദേഹം ദ്വാ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൽബിലേക്ക് ഞാൻ പൂർണ്ണമായി കടന്നിട്ടില്ല. കാരണം അദ്ദേഹം കുറച്ച് ആട് സമ്പത്ത് ഉള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ ദ്വാരക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹത്തിൻ്റെ ആടിനെ കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ കുറിച്ചാണ്. അതിങ്ങനെ ഓർക്കാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ ദ്വാരക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു മനസ്സാന്നിധ്യത്തോടു കൂടെ റബ്ബിനെ ശരിക്കൊന്ന് മനസ്സിലാക്കി റബ്ബിനോട് മാത്രം ഞാൻ ചോദിക്കുന്നവനാണെന്നുള്ള ആ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടെ, നല്ല ആത്മാർത്ഥതയോടു കൂടെയല്ല അദ്ദേഹം ദ്വാരക്കുന്നത്. കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും എന്ന്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനേക്ക് ഉത്തരം നൽകാത്തതെന്ന് മൂസ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ഉത്തരം നൽകുകയാണ്. എന്താണ് ഇതിൽ നാം മനസ്സിലാക്കേണ്ടത്? അതേ, നമ്മുടെയും എത്രയോ ദുആകൾ അതുപോലെ ആയി പോവുകയും നാം കുറേ സമയം ദ്വാരക്കുന്നുണ്ട് എന്നത് ശരിയാണ്. ചിലപ്പോൾ കണ്ണീരൊക്കെ വന്നു എന്നുണ്ട്, അല്ലെങ്കിൽ വച്ചത്തിൽ ദ്വാരമു എന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതൊന്നും ഉത്തരം കിട്ടുന്നില്ല. ഉദുഉനി അസ്തജിബ് ലക്കും, ദ്വാർക്ക് ഞാൻ ഉത്തരം നൽകും. റബ്ബല്ലേ പറഞ്ഞത്, കളവാവൂലല്ലോ. പിന്നെ എന്തേ കിട്ടാത്തത്? അതിത് തന്നെയാണ്. നമുക്ക് വേണ്ടതുപോലെ ഒരു മനസ്സാന്നിധ്യം, റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു എന്നുള്ള ആ നല്ല ഉറപ്പ് നമ്മളെ മനസ്സിലേക്ക് വരുന്നില്ല, അത് കയറി കിട്ടുന്നില്ല. അത് നമ്മുടെ ഈമാൻ്റെ കുറവ് തന്നെയാണ്. അതേ, ദുനിയാവിൻ്റെ ചിന്തകളാണ്, നമ്മുടെ സമ്പത്താണ് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത്. ഒരു നിസ്കരിക്കുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റെങ്കിലും അതേ നമ്മളെ മനസ്സിലേക്ക് അല്ലാഹുവിനെ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബർക്കത്തൊന്നും നമ്മളെ ജീവിതത്തിൽ കിട്ടാത്തത്, നാം അനുഭവിക്കാത്തത്. അതിനൊക്കെയും നാം പിന്മാറാൻ നോക്കണം. എങ്ങനെ പിന്മാറും? അതേ, വീണ്ടും 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 അല്ലാഹുവിനെ മനസ്സിൽ കൊണ്ടുവരാൻ നാം ശ്രമിക്കണം. അങ്ങനെ നമുക്ക് എത്രമാത്രം റബ്ബിനെ മനസ്സിൽ കൊണ്ടുവന്ന് അല്ലാഹുവിനോട് ദ്വാരക്കാനും ഇബാദത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ അത്രമാത്രം തൗഫീക്കുകൾ, അത്രമാത്രം ബർക്കത്തുകൾ, റഹ്മത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഉറപ്പാണ്. റബ്ബിനൊരു വാശിയുമില്ല. ഇവന് കൊടുക്കാൻ പാടില്ല, അവന് കൊടുക്കാൻ പാടില്ല, അവനെ ശിക്ഷിക്കണം, അവനെ വേദനിപ്പിക്കണം. റബ്ബൊന്നും നമ്മളെ പോലെ, മനുഷ്യനെ പോലെ അങ്ങനൊരു വാശിയുള്ളോ, അല്ലെങ്കിൽ ദ്വേഷമുള്ളോ, അല്ലെങ്കിൽ അസൂയയുള്ളോ, അല്ലെങ്കിൽ ചതിയുള്ള റബ്ബൊന്നുമല്ല. അവൻ എല്ലാവരെ കൊണ്ട് റഊഫാണ്, റഹീമാണ്, അവൻ ഗഫാറാണ്, എല്ലാത്തിനും അധികാരമുള്ളവനും കൂടെയാണ്. അപ്പോൾ റബ്ബിലേക്ക് അങ്ങ് നല്ല മനസ്സോടുകൂടെ അടുക്കുമ്പോൾ തീർച്ചയായും അവൻ ഇങ്ങോട്ടും അടുക്കും, നമ്മെ സ്നേഹിക്കും, നമ്മെ പൊരുത്തപ്പെടും, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദുനിയാവും ആഖിറവും അവൻ ചെയ്തു തരും. പക്ഷേ വേണ്ടത് എന്താണ്? നമ്മൾ ശരിയാവുക, നമ്മൾ ഇബാദത്തുകൾ ശരിപ്പെടുത്തുക എന്നത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം തൗഫീക്കുകൾ അതിന് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.